ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഫ്താർ ഡിഷാണ്. ചിക്കൻ കച്ചോരിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പാകിസ്ഥാനിലും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷാണിത്. ഇഫ്താർ സ്പെഷ്യൽ തന്നെയാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് മൈദപ്പൊടിയാണ്. പിന്നെ വേണ്ടത് ചിക്കൻ മഞ്ഞളും ഉപ്പും ചേർത്ത് വേവിച്ചത്. പിന്നെ ഒരു 2 വലിയ സവാള അരിഞ്ഞതാണിത്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മൈദ വേറെയും. പിന്നെ പച്ചമുളക് അരിഞ്ഞത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മല്ലിയില അരിഞ്ഞത്, ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ ഇത് ഫ്രൈ ചെയ്യാനായിട്ടുള്ള ഓയിൽ. ഇത്രയും സാധനങ്ങൾ വെച്ച് നമുക്കിനി ഇത് എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. ഇതിനായിട്ട് ഇപ്പോൾ ഞാനിവിടെ ഒരു ഫ്രൈ പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള നന്നായി ഒന്ന് വഴന്ന് വരണം. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ സവാള പെട്ടെന്ന് വഴന്ന് വരും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള നന്നായി ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ തന്നെ പച്ചമുളക് അരിഞ്ഞ് വെച്ചതും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് രണ്ടും ഒന്ന് ഏകദേശം ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചിക്കന് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ളത് ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ചിക്കൻ്റെ ബ്രസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. 2 വശവും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ബ്രസ്റ്റ് തന്നെ വേണമെന്നൊന്നുമില്ല, പീസ് വേവിച്ചിട്ട് അത് പിച്ചെടുത്താലും മതി. പിന്നെ ഇതിലേക്ക് മല്ലിയില അരിഞ്ഞത് ചേർക്കാം. ഞാൻ മല്ലിയില മാത്രമേ ചേർത്തിട്ടുള്ളൂ, പുതിന ചേർത്തിട്ടില്ല. ഇനി ഇതൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് ഇതിനകത്തേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ മസാലയുടെ ഒരു പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള പത്തിരി തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ മൈദമാവ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു കപ്പിനേക്കാളും കുറച്ച് കൂടുതൽ, അതായത് 2 ഗ്ലാസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കാം. സാധാരണ നിങ്ങൾ എങ്ങനെയാണോ ചപ്പാത്തിയോ അല്ലെങ്കിൽ സമൂസയൊക്കെ ഉണ്ടാക്കാൻ കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുത്താൽ മതി. അതാണ് കുറച്ചുകൂടെ ബെറ്റർ ആവുക. കുറച്ച് ഹാർഡായിട്ട് കുഴയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ക്രിസ്പി ആയിരിക്കും. അതുപോലെ തന്നെ ചേർക്കുന്ന വെള്ളം നല്ല തണുത്ത വെള്ളമാണെങ്കിലും നമ്മളെ ഈ ചപ്പാത്തിക്ക് നല്ല ക്രിസ്പിനെസ് ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് കുറച്ച് ഒന്ന് കയ്യിൽ ഒരല്പം 1 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചൊന്ന് സോഫ്റ്റ് എടുക്കാം. ഇപ്പോൾ നമ്മുടെ ഡോ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറിയ ഉരുളകളാക്കി ഒന്ന് മാറ്റണം. അതിനായിട്ട് ഞാനിതിനെ ഒന്ന് കൗണ്ടർ ടോപ്പിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ലെങ്ത് വൈസ് ആക്കി എടുക്കുന്നുണ്ട്. അല്പം ഓയിൽ തടവിയതിന് ശേഷം നമുക്കിത് കൗണ്ടർ ടോപ്പിലിട്ടൊന്ന് നീളത്തിൽ പരത്തിയെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചപ്പാത്തിക്ക് ഉരുളകളാക്കുന്നത് പോലെ ഉരുളകളാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് കൗണ്ടർ ടോപ്പിലിട്ടൊന്ന് ലെങ്ത് വൈസ് ആക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഒന്ന് റോള് ചെയ്ത് ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത് അതിനോണ്ട് പെട്ടെന്ന് തീരാൻ വേണ്ടി കുറച്ച് വലിയ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ചെറിയ സാധാരണ ഒരു ചപ്പാത്തിക്ക് എടുക്കുന്ന അത്രയും മാവ് എടുത്തിട്ട് ചെയ്താലും മതി. ഞാനിപ്പോൾ ഇത് കുറച്ച് വലുതായിട്ടുള്ളതാണ് കാണിക്കുന്നത്. ഇതൊന്ന് ഉരുളകളാക്കി മാറ്റിയതിന് ശേഷം നമുക്കൊന്നത് പരത്തിയെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ ഉരുളകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. നല്ല നൈസായിട്ട് പരത്തിയെടുക്കണം. അതിന് മുൻപ് ഇതിലേക്ക് നമ്മൾ പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പരത്തി കൊടുക്കുന്നത് വെറും ഓയിലല്ല, കുറച്ച് മൈദയും ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. എന്നാലേ ഇത് നല്ല ലെയറായിട്ട് നമുക്ക് പൊരിച്ചെടുക്കുമ്പോൾ കിട്ടുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ 1 ടേബിൾ സ്പൂൺ മൈദ വേറെ എടുത്ത് സെപ്പറേറ്റ് കാണിച്ചത്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഒന്ന് ബാറ്റർ ആക്കിയിട്ടുണ്ട്. ഇനി അതാണ് നമ്മൾ ഈ ചപ്പാത്തി പരത്തിയതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നത്. ഇതിലേക്കുള്ള ചപ്പാത്തി നല്ല നൈസായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മളിപ്പം തയ്യാറാക്കിയിട്ടുള്ള ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് ഇനി ഒന്ന് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം.
കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ നല്ല ലെയറായിട്ട് നമുക്കിത് മടക്കിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഞാനിത് കാണിക്കുന്നത് പോലെ ഇങ്ങനെ രണ്ട് വശത്തു നിന്ന് സെൻറ്ററിലേക്കൊന്ന് മടക്കിയെടുക്കാം. ഇതിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മളിത് മുറിച്ച് കഴിഞ്ഞാൽ ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ മുറിച്ച് കഴിയുമ്പോൾ അതിങ്ങനെ ലെയറായിട്ട് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ആണ് ഇങ്ങനെ മുറിക്കുന്നത്. ഇത്രയൊക്കെ പ്രയാസപ്പെടാനും താല്പര്യമില്ലാത്തവർക്ക് ഇത് നേരെ തന്നെ അങ്ങ് ചെയ്താലും മതി. ഇനി ഇതൊന്ന് രണ്ട് വശത്തു നിന്നും ഒന്നുകൂടെ ഇങ്ങോട്ട് മടക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ നമ്മൾ ഒരു ചപ്പാത്തിയിലേക്കുള്ള ഫില്ലിങ് നിറയ്ക്കാനുള്ളത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്കിയുള്ള മുഴുവൻ ഉരുളകളും റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ഫില്ലിങ് എങ്ങനെയാണ് ഇതിൽ നിറയ്ക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ മുഴുവനായിട്ടും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് ജസ്റ്റ് ഒന്ന് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ഒന്ന് കുഴൽ വെച്ച് പരത്തി കൊടുക്കാം. വേണമെങ്കിൽ മാത്രം റോളിംഗ് പിന്ന് വെച്ച് പരത്തിയാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ കൈകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലാറ്റൻ ചെയ്തെടുത്താലും മതി. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഫില്ലിങ് കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ 4 കോണായിട്ടുള്ള വശവും നമുക്ക് സെൻറ്ററിലേക്കായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. 4 മൂലകളും ഒന്ന് സെൻറ്ററിലേക്ക് മടക്കുക. ഇനി ഇങ്ങനെ മടക്കി കഴിഞ്ഞതിന് ശേഷം വരുന്ന 4 മൂലകളും ഒന്നുകൂടെ സെൻറ്ററിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ആദ്യം 4 വശവും മടക്കി പിന്നെ അതിന് ശേഷം 4 വശം വരുന്നത് ആ 4 കോണ് കൂടെ ഒന്ന് മടക്കി റെഡി ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു കച്ചോരി റെഡിയാക്കിയിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളത് മുഴുവനായിട്ട് ഒന്ന് റെഡിയാക്കി മാറ്റി വെക്കാം. അതൊന്ന് തുറന്ന് പോകാതിരിക്കാൻ ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് പരത്തി നമുക്ക് നിറച്ചെടുക്കാം. ഞാനിപ്പോൾ മുഴുവനും നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിളച്ച എണ്ണയിലിട്ട് ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഓയിൽ നല്ല ചൂടുണ്ടായിരിക്കണം. പക്ഷേ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നല്ല ചൂടായതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഇത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് താഴെ കിടക്കുന്നത് കുറച്ച് സമയം കഴിയുമ്പോൾ വീർത്ത് പൊങ്ങി മുകളിലേക്ക് വരും. 2 വശവും നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതിൻ്റെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. മറ്റേ സൈഡും അതുപോലെ റെഡിയാക്കിയതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തിട്ട് അടുത്തത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ബാക്കിയെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ വരുന്ന റമദാനിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കാണിക്കാം. നല്ല ചൂടുള്ളത് കൊണ്ട് കുറച്ച് പ്രയാസമുണ്ട് പൊട്ടിക്കാനായിട്ട്. നല്ല പുറമെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഉള്ളിൽ നല്ല ലെയറായിട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോയുമായിട്ട് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.